യേശുക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നുവെന്ന് വിശേഷിപ്പിക്കുന്ന ഗലീലി കടൽ ഇസ്രയേലിലെ വലിയൊരു തടാകമാണ്. ഈ കടൽ പൊടുന്നനെ രക്തനിറമായത് നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. ഇതൊരു അശുഭ ലക്ഷണമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകിയത്. തീരത്തേക്ക് അലയടിച്ചെത്തിയ കടും ചുവപ്പാർന്ന തിരമാലകൾ സന്ദർശകരെയും അമ്പരിപ്പിച്ചു. ഈ അസാധാരണ ദൃശ്യത്തെ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്ന ഈജിപ്തുകാരുടെ മേലുള്ള ദൈവശിക്ഷയുടെ ഭാഗമായ 10 മഹാമാരികളോട് ചിലർ താരതമ്യം ചെയ്തു. മോശയുടെ വടികൊണ്ട് നൈൽ നദിയിലെ ജലം രക്തമായി മാറിയെന്ന ബൈബിൾ വിവരണങ്ങളുമായി ഈ പ്രതിഭാസത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു. ഇത് യുഗാന്ത്യത്തിന്റെ ലക്ഷണമാണെന്ന് വരെ ചിലർ വാദിച്ചു. എന്നാൽ ഈ അസാധാരണ കാഴ്ചയ്ക്ക് പിന്നിലും തികച്ചും സാധുവായ വിശദീകരണങ്ങളുണ്ടെന്ന് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നു. ശുദ്ധജല തടാകത്തിൽ പച്ച ആൽഗകൾ പൂത്തതിന്റെ ഫലമാണ് ഈ മാറ്റമെന്ന് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയം സ്ഥിരീകരിച്ചു. തീവ്രമായ സൂര്യപ്രകാശത്തിൽ ഒരു പിഗ്മെന്റ് ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് പച്ച ആൽഗകൾ ചുവപ്പാകുന്നത്. ഈ രാസപ്രക്രിയയാണ് ജലാശയത്തിന് ഭീതിപ്പെടുത്തുന്ന നിറം നൽകിയത്. കിന്നററ്റ് ഗവേഷണ ലബോറട്ടറി നടത്തിയ വിശദമായ പരിശോധനകളിൽ ഈ ആൽഗകൾ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും ഹാനികരമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജലത്തിന്റെ നിറം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും നീന്തുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ശുദ്ധജല ലവണാംശമുള്ള ജലാശയങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ആൽഗകൾക്ക് ജൈവ ഇന്ധന നിർമ്മാണത്തിന് ആവശ്യമായ ഹൈഡ്രോ കാർബണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അപൂർവമായ കഴിവുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ ഭയപ്പാടുകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഇതൊരു പാരിസ്ഥിതിക പ്രതിഭാസം മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു.